UAPA കേസുകളിൽ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള കോടതിയുടെ പുതിയ വിധിയിൽ പിഴവുണ്ടെന്നും വിഷയം വിശാല ബെഞ്ചിന് വിടണമെന്നും ഡൽഹി പോലീസ്. സുപ്രീം കോടതിയുടെ 2 അംഗ ബെഞ്ചിലെ വിധികളിലെ വൈരുദ്ധ്യം ചൂണ്ടിക്കാട്ടിയാണ് ഡൽഹി പോലീസിന്റെ നീക്കം. അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജുവാണ് ഡൽഹി പോലീസിനായി ഇക്കാര്യം സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടത്. 2020 ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന കേസിലെ പ്രതികളുടെ ജാമ്യ ഹർജിയിലെ വാദത്തിനിടെയാണ് ഡൽഹി പോലീസ് നിലപാട് അറിയിച്ചത്. ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ പ്രതികളായ തസ്ലാം അഹമ്മദ്, യുണൈറ്റഡ് എഗെയിൻസ്റ്റ് ഹേറ്റ് അംഗം ഖാലിദ് സൈഫി എന്നിവർക്ക് ഡൽഹി ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചിരുന്നു. ഇവർ ജാമ്യ ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. നേരത്തെ ഡൽഹി കലാപ കേസിൽ ജയിലിൽ കഴിയുന്ന ഉമർ ഖാലിദിന്റെയും ഷർജിൽ ഇമാമിന്റെയും ജാമ്യാപേക്ഷ പരിഗണിക്കവേ ജാമ്യം നിഷേധിച്ച സ്വന്തം ഉത്തരവ് ഭരണഘടനാ ബെഞ്ചിന്റെ മുൻവിധിയുടെ ലംഘനമാണെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചിരുന്നു. UAPA കേസുകളിൽ സുപ്രീം കോടതിയുടെ മുൻ ഉത്തരവുകളെ ചൊല്ലിയുള്ള ഭിന്നത ഉടലെടുത്ത സാഹചര്യത്തിലാണ് ഡൽഹി പോലീസിന്റെ ഭാഗത്തു നിന്നും വിശാല ബെഞ്ച് എന്ന ആവശ്യമുണ്ടായത്. ഉമർ ഖാലിദ്, ഷർജിൽ ഇമാം എന്നിവർക്ക് ജാമ്യം നിഷേധിച്ച സ്വന്തം ഉത്തരവ് ഭരണഘടനാ ബെഞ്ചിന്റെ മുൻവിധിയുടെ ലംഘനമാണെന്ന സുപ്രീം കോടതി നിരീക്ഷണത്തിന് പിന്നാലെ 2020 ഡൽഹി കലാപ കേസിലെ മറ്റു പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടയിലും ബെഞ്ചുകൾ തമ്മിലുള്ള ഈ അഭിപ്രായ വ്യത്യാസം ഉടലെടുത്തു. ഈ സാഹചര്യം കണക്കിലെടുത്താണ് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള കോടതിയുടെ പുതിയ വിധിയിൽ പിഴവുണ്ടെന്നും അതിനാൽ വിഷയം വിശാല ബെഞ്ചിന് വിടണമെന്നും ഡൽഹി പോലീസ് സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടത്. ജനം, ഡൽഹി.